നമസ്കാരം. ബംഗ്ലാദേശിലെ കലാപം അതിപ്പോഴും തുടരുകയാണ്. ഒരു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം, അതായത് സംവരണ നയവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭത്തിൽ തുടങ്ങി ഇപ്പോഴത് സർക്കാരിനെ പുറത്താക്കുന്ന നിലയിലേക്കും പിന്നീട് ഒരു വലിയ വർഗീയ കലാപമായിട്ടും ഒക്കെ മാറിയ, വർഗീയ കലാപം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വലിയ ആക്രമണമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളെക്കുറിച്ചും അതിൽ നിന്നും അതുമായി ഭാരതത്തിൻ്റെ ബന്ധിപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ഇന്ന് നമ്മോട് സംസാരിക്കാൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണനാണ്. സ്വാഗതം സാർ ഈ ചർച്ചയിലേക്ക്. ആദ്യമായി ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന സംഘർഷം അത് വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് എന്നും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വലിയ കലാപമാണ് എന്നുമുള്ള രണ്ട് നെറേറ്റീവുകളുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നത് അതൊരു പ്രക്ഷോഭം, വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമാണ് എന്നാണ്. സത്യത്തിൽ ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നത്? യഥാർത്ഥത്തിൽ കുമാർജി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനെ കലാപം എന്ന് പോലും വിളിക്കാൻ പറ്റില്ല, പിന്നല്ലേ പ്രക്ഷോഭം എന്ന് വിളിക്കാൻ പറ്റുന്നത്. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത് വംശീയ ഹത്യയാണ്, വംശഹത്യ, ക്ലെൻസിങ് ആണ്, എത്നിക് ക്ലെൻസിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തുടങ്ങിയത് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ രൂപത്തിലാണ് എന്ന്. ഇത്തരം കാര്യങ്ങൾക്ക്, ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ഒരു വംശഹത്യയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് എത്തിയതിൽ പല ഘടകങ്ങളുണ്ട്. അത് ഒന്ന്, ഇതൊരു പ്ലാനിങ്ങോടുകൂടി തന്നെ നടത്തിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഗവൺമെന്റിനെ അട്ടിമറിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ വസന്തമാണ്, വിദ്യാർത്ഥി വസന്ത സമരമാണ് എന്നൊക്കെ പറയുന്നതിന് കാരണം അവർക്ക് കൃത്യമായ അജണ്ട അതിനോടൊപ്പം ഉള്ളത് കൊണ്ടാണ്. അതിന് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ വിദേശ സഹായത്തോടുകൂടി അട്ടിമറിച്ച് അവിടെ ഒരു ശത്രു രാജ്യത്തിന്റെ സഹായത്തോടുകൂടി ഒരു മതവർഗീയ സംഘടന ന്യൂനപക്ഷങ്ങളുടെ മേൽ നടക്കുന്ന വംശഹത്യയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതില് മൾട്ടിപ്പിൾ ബെനിഫിഷ്യറീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഈ ചോദ്യങ്ങൾക്ക് ഒരുപാട് മാനങ്ങൾ വരുന്നത്. പക്ഷെ ഇതൊന്നും കണ്ടില്ല എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ കണ്ടില്ല എന്നാണ് നടിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തില് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറയുന്ന രീതിയിൽ ഒരിക്കലും ഇത്തരം ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം കൃത്യമായ ഒരു പ്ലാനിങ്ങോ അതിനുള്ളൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഇല്ലാതെ നടക്കത്തില്ല. ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ടാവും. അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ശരികൾ ഉണ്ടാവും. ഇവിടെ ബംഗ്ലാദേശിലെ കലാപത്തില് അല്ലെങ്കിൽ വംശഹത്യയിൽ അല്ലെങ്കിൽ ഈ നടന്ന സമരങ്ങളില് ഒരു ശരിയുണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു ഭാഗികമായ ഒരു ശരി എന്ന് വിളിക്കാവുന്നത് അവിടെ നിലവിലിരുന്ന, അതായത് ബംഗ്ലാദേശ് രൂപപ്പെട്ട 1971 രൂപപ്പെട്ടപ്പോൾ അന്നത്തെ പാകിസ്ഥാന്റെ കിഴക്കൻ പാകിസ്ഥാനിൽ നടത്തിയ വംശഹത്യയിൽ അല്ലെങ്കിൽ കൊലപാതക പരമ്പരകളിൽ നഷ്ടം നേരിട്ടവരുടെ, അത് ബംഗ്ലാദേശിനെ വിമോചിപ്പിക്കാനായിട്ട് സമരം ചെയ്തവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു സംവരണമുണ്ട്, അവരുടെ തലമുറകൾക്ക് കൊടുത്തിരുന്ന ഒരു സംവരണമുണ്ട്. അത് ഏകദേശം 30%. ഇത് കുറയ്ക്കണം എന്ന് ആവശ്യപ്പെട്ട് വളരെ കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യണം എന്ന് ആവശ്യം, കാരണം 1/2 നൂറ്റാണ്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതിലൊരു ശരിയുണ്ട്, അല്ലെങ്കിൽ അതിലൊരു വാദം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് ക്യാൻസൽ ആക്കണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഏകദേശം ദശകങ്ങളായിട്ട് അവിടെ നിലനിൽക്കുന്ന ഒരു ആവശ്യമാണ്. ഇപ്പൊ 2018 ബംഗ്ലാദേശിലെ ഹൈക്കോടതി ഇതിനൊരു സ്റ്റേ കൊടുത്തിരുന്നു. അതിന്റെ പുറത്ത് നടന്ന വിചാരണയുടെ പുറത്ത് ഈ 30% എന്ന് പറയുന്ന സംവരണം 5% കുറച്ചു. ആ വിധി വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിൽ യഥാർത്ഥത്തില് ഷെയ്ഖ് ഹസീന, അതായത് പ്രധാനമന്ത്രിയായിരുന്ന അവാമി ലീഗിന്റെ നേതാവ്, 74% ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്ന പ്രധാനമന്ത്രിക്ക് അതിൽ യാതൊരു പങ്കുമില്ല. കാരണം ഒരു കോടതി വിധിയാണ് ഇതിലേക്ക് നയിച്ചത്. ആ കോടതി വിധിയിൽ അവർക്കൊരു പങ്കില്ല. പക്ഷെ അതിൽ പങ്കുള്ളവരുണ്ട് എന്ന് സംശയിക്കപ്പെടണം. അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ്, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. സോ ആ ഒരു സാഹചര്യത്തിലാണ് ഇതിനെ എതിർത്തിരുന്ന, ഈ സംവരണം കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യണം എന്നാവശ്യപ്പെട്ടിരുന്ന പ്രതിപക്ഷ കക്ഷികള് വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി, അതായത് അവരാണ് ഉദ്യോഗാർത്ഥികൾ. ബംഗ്ലാദേശിലെ ജനസംഖ്യ നമുക്കറിയാം 1.7 മില്യൺ ആണ്.
1.7 ബില്യൺ ആണ്. അതായത് ആ ജനസംഖ്യയിൽ ഭൂരിഭാഗം യങ്സ്റ്റേഴ്സ് ആണ്. അപ്പൊ അവർക്ക് ജോലിയില്ല, അവർക്ക് വലിയ തരത്തിൽ അവിടെ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. അവരെ മുമ്പിൽ നിർത്തി നടത്തിയ ഒരു സമരമാണ്. പക്ഷേ അത് ബംഗ്ലാദേശിലെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന രാജിവെച്ച ദിവസം അത് അവസാനിക്കേണ്ടതായിരുന്നു. അത് അവസാനിക്കുന്നതിന് പകരം അത് ടേൺ ഔട്ട് ആയത് ബംഗ്ലാദേശിലെ ഏകദേശം 1 കോടിയോളം വരുന്ന ന്യൂനപക്ഷ ഹിന്ദുക്കളുടെയും ബുദ്ധിസ്റ്റുകളുടെയും ക്രിസ്ത്യാനികളുടെയും അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ നേരെ വലിയൊരു അക്രമമായിട്ടാണ് കലാശിച്ചത്. ഒപ്പം അവാമി ലീഗ് പ്രവർത്തകരായിട്ടുള്ള മുസ്ലിങ്ങളുടെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെയും ഇവരെ കൊല്ലുന്നതിലേക്കും വലിയ അക്രമ സംഭവങ്ങളിലേക്കുമാണ് അത് നയിച്ചത്. നമുക്കറിയാം, ലോക ക്രിക്കറ്റിൽ തന്നെ നല്ല ഒരു ബാറ്റ്സ്മാനായിട്ടുള്ള വളരെ ഇന്ന് ഏറ്റവും ശോഭിച്ചു നിൽക്കുന്ന ബംഗ്ലാദേശിന്റെ ക്യാപ്റ്റൻ വരെ ആയിട്ടുണ്ടായിരുന്ന ലിറ്റൻ കുമാർ ദാസ്, അദ്ദേഹത്തിന്റെ ധാക്കയിലെ ഭവനം അവർ കംപ്ലീറ്റ് ആയിട്ട് കത്തിച്ചു കളഞ്ഞു. അതേപോലെ തന്നെ ആനന്ദ് എന്ന് പറയുന്ന സംഗീതജ്ഞൻ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ലിബറൽ, വളരെ അറിയപ്പെടുന്ന, വേൾഡിൽ വളരെ അറിയപ്പെടുന്ന. അടുത്ത കാലത്ത് ഫ്രഞ്ച് പ്രസിഡന്റ് ഒക്കെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. കാരണം 500 വർഷത്തോളം പഴക്കമുള്ള സംഗീത ഉപകരണങ്ങളും അദ്ദേഹം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത 1300ഓളം ചരിത്ര പ്രാധാന്യമുള്ള സംഗീത ഉപകരണങ്ങളും ഒക്കെ വെച്ചിട്ട് വളരെ വലിയ രീതിയിൽ ലോകത്ത് ബഹുമാനിക്കപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഭാര്യയും മകനുമായിട്ട് കഷ്ടിച്ചാണ് 5 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടതെന്ന് അറിയുന്നത്. ബംഗ്ലാദേശിലെ 64 ജില്ലകളില് ഭൂരിഭാഗവും ഇന്ന് അക്രമ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവാമി ലീഗ് പ്രവർത്തകര്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര്, ന്യൂനപക്ഷങ്ങള്, അവരുടെ ആരാധനാലയങ്ങൾ. ഇത് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് വിളിക്കാൻ പറ്റില്ല, കലാപം എന്നും വിളിക്കാൻ പറ്റില്ല. ഇത് വംശഹത്യയിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഇതിന് പിന്തുണ കൊടുക്കുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത കാര്യം. കാരണം ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം അല്ല എങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല. എന്തായാലും ഒരു രാജ്യത്ത് നിലനിന്നിരുന്ന ജനാധിപത്യം അത് അട്ടിമറിക്കപ്പെടുന്നു. അതിന്റെ ഭാഗമായി രാജ്യത്ത് പതിയിരിക്കുകയായിരുന്ന രാജ്യവിരുദ്ധ ശക്തികൾ വലിയ വംശഹത്യ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ പ്രോത്സാഹനവും അതുപോലെ തന്നെ പിന്തുണയും, വലിയ രീതിയിലുള്ള സാമ്പത്തിക പിന്തുണയും നൽകുന്നത് ആരാണ്? സത്യത്തിൽ ഇതിന്റെ ഗൂഢാലോചനയുടെ ഉറവിടം ആരെന്നാണ് നമ്മൾ ഇപ്പോൾ സംശയിക്കേണ്ടത്. ഇതിൽ പല ഗുണഭോക്താക്കളുണ്ട്, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ ഈ റീജിയണൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ പല ഗുണഭോക്താക്കളുണ്ട്. ഓരോ രാജ്യത്തിന്റെയും കാര്യത്തിന് ഒരുപാട് താല്പര്യമുള്ളവരുണ്ട്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെ ഒരു കാര്യത്തില്, ഏഷ്യ പസഫിക് റീജിയനില് അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് വളരെ സ്ട്രാറ്റജിക്കായ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. കാരണം ഇന്ത്യയുടെയും ചൈനയുടെയും കൃത്യം നടുക്ക് അല്ലെങ്കിൽ അതിന് ഇടയ്ക്ക് വരുന്ന ഒരു ഭൂവിഭാഗമാണ്. കടൽ മാർഗവും എത്താൻ പറ്റുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഈ ബംഗ്ലാദേശിൽ പാകിസ്ഥാന് വലിയൊരു പങ്കുണ്ട്. കാരണം അവർക്ക് സ്വാധീനമുള്ള ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമി അവിടെ നിരോധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പാകിസ്ഥാൻ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കൃത്യമായി പറയുകയാണെങ്കിൽ തെമ്മാടി രാഷ്ട്രമാണ്. മതത്തിന്റെ പുറത്തും അല്ല, അവർക്കൊരു അവര് ഒരു വലിയ വൻശക്തിയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തിയ ഒരു പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ചൈനയ്ക്കും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനായിട്ട് ബംഗ്ലാദേശിനെ ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ അവർ മുൻപും ശ്രമങ്ങൾ നടത്തിയിരുന്നു. നമുക്കറിയാം, മുമ്പ് ചിറ്റഗോങ് പോലുള്ള ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ജില്ലകളിലെ നമ്മുടെ നക്സലിസം ഒരുപാട് ബംഗ്ലാദേശിൽ നിന്ന് ഇൻഫിൽട്രേറ്റേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമോ ദൗർഭാഗ്യമോ എന്ന് പറയുന്നത് 4000 കിലോമീറ്ററോളം അതിർത്തിയാണ് നമ്മൾ ബംഗ്ലാദേശുമായിട്ട് പങ്കിടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ ഭീഷണിയാണ്. ഇതിന്റെ ഗുണഭോക്താക്കള് എന്ന് പറയുന്നത് US പോലുള്ള ഒരു വലിയ രാജ്യമാണ്. കാരണം ഇതിനകത്തെ അവര് ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന അവാമി ലീഗിന്റെ ലീഡറെ, അതും നമ്മുടെ നരേന്ദ്രമോദിയെ പോലെ തന്നെ 3ാമത്തെ തവണ തുടർച്ചയായിട്ട് ഭരിക്കുകയാണ് അവരെ അട്ടിമറിച്ചു. അവരെ വരുതിയിലാക്കാൻ വൻശക്തിയായ അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ കഴിഞ്ഞില്ല. കഴിഞ്ഞില്ല എന്ന് പറയുന്നിടത്ത് തന്നെ അവരുടെ ഭീഷണി അവർക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അവരോടെ അമേരിക്ക അവിടെ ഒരു
ബേസ് ചോദിച്ചിരുന്നു, എയർ ബേസ് ചോദിച്ചിരുന്നു. അവരതിന് തയ്യാറായില്ല. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ പാകിസ്ഥാന്റെ ചാരന്മാർക്കും ആൾക്കാർക്കും അവിടെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കണം എന്നുണ്ടായിരുന്നു. അതിന് സാധിച്ചില്ല. പക്ഷെ അവരത് രഹസ്യമായി നടപ്പാക്കിയതിന്റെ ഒരു ടോട്ടാലിറ്റിയിലുള്ള ഒരു ഫലമാണ് ഇത്. ഇത് ബേസിക്കലി ഇത് ഇന്ത്യക്കെതിരെയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം കൂടെ ആയിട്ട് തന്നെ നമ്മൾ സംശയിക്കണം. കാരണം ഈ മേഖലയിലെ ഏറ്റവും വലിയൊരു വൻശക്തി, അങ്ങനെ ഒരു വൻശക്തി ഉയർന്നു വരിക എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യ എന്നും ഇന്ത്യ ലോകത്തിലെ നമ്പർ 1 ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ നമ്പർ 1 മാർക്കറ്റാണ്. ഈ മാർക്കറ്റിന്റെ മുകളിൽ കൺട്രോൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വൻ ശക്തികളുടെ ഒരു വലിയ ആവശ്യമാണ്. ഈ കൺട്രോളിനെ അവർക്ക് കിട്ടുന്നില്ല. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണ സംവിധാനമാണ്. ഇത് കൂടാതെ ഇതിന് പിന്നിൽ ഒരു വലിയ കളി എന്ന് പറയുന്നത് അമേരിക്കൻ ഡോളറിന് ഒരു ക്ഷീണം സംഭവിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ഇന്റർനാഷണൽ റിലേഷൻസ് കാരണം. അപ്പൊ ഇത്തരം ഒരു കൂട്ടം കാരണങ്ങൾ ഉള്ളത് കൊണ്ട് ഇന്ത്യ ഗവൺമെന്റിനെ ഡയറക്റ്റ് അട്ടിമറിക്കാനോ അല്ലെങ്കിൽ ഇതിന് സമാനമായ സാഹചര്യങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാം. ഇന്ത്യയിൽ അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ചെയ്യാനും പോകുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ബംഗ്ലാദേശിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇതിലിപ്പോ ഗുണഭോക്താക്കൾ എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് അമേരിക്ക. അവർക്ക് അവരുടെ ഒരു പാവ ഗവൺമെന്റിനെ, ഇപ്പോ ഇന്നലെ മുഹമ്മദ് യൂനസ് ഖാൻ എന്ന് പറയുന്ന അവരുടെ ഒരു നൊബേൽ സമ്മാനം ഒക്കെ കിട്ടിയ ഒരാളെ അദ്ദേഹത്തെ അവരുടെ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു പ്രധാനമന്ത്രിയായിട്ട്. അവർ പറയുന്നത് എന്താണ്? ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവാണ് എന്ന്. അതായത് ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ രായ്ക്ക് രാമായണം അട്ടിമറിച്ച് പ്രധാനമന്ത്രി കഷ്ടിച്ച് ജീവനും കൊണ്ട്, ഇന്ത്യയുടെ കാരുണ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ട് ഓടി വന്നിട്ട് അവരുടെ ഒരു പാവയെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ്, വിദ്യാർത്ഥികളുടെ വിജയമാണ് എന്ന് അവർക്ക് താല്പര്യമുള്ള മീഡിയത്തിലൂടെ, അത് പത്രമാധ്യമങ്ങളിലൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അട്ടിമറി അത് ഇന്ത്യയുടെ അയൽ രാജ്യത്ത് നടക്കും. തീർച്ചയായും അതൊരു ഡെമോൺസ്ട്രേഷൻ ആയിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്കെതിരെയും ഇത്തരം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്, ഇനി നടക്കുകയും ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെയുള്ള ഒരു ഉത്തരമായി താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി കണ്ടു. അതായത് ഇതിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മോദിയുടെ ഒരു തന്ത്രമാണ്. അതായത് മോദിയുടെ നിയന്ത്രിതമായ ആക്രമണങ്ങളാണ് ഇന്ത്യയെ പ്രതിരോധിച്ചു നിർത്തുന്നത് എന്നാണ്. പക്ഷേ എത്ര കാലം ഈ കവചം നമുക്ക് ഉപകരിക്കും? അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പ്രതിരോധം തീർക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിദേശ ശക്തികളുടെ ഇടപെടലുടെ കൂടെ ഏതാണ്ട് ഭൂരിപക്ഷം കുറഞ്ഞ ഒരു സ്ഥിതിയിലും എത്തിയിട്ടുണ്ട്. ഈ അവസരത്തിൽ എങ്ങനെയാണ് ഈ ഒരു രക്ഷാകവചം ഇനി എത്ര നാളാണ് ഭാരതത്തെ കാക്കാൻ പോകുന്നത്? അത് തീരുമാനിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളാണ്. സ്ട്രൈറ്റ് അവേ ഒരു ആൻസറാണ്. പക്ഷെ ഇതിനകത്തൊരു എന്തുകൊണ്ട് അമേരിക്ക, അല്ലെങ്കിൽ അമേരിക്കയെക്കാളും ഉപരി അവരുടെ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന അമേരിക്കയുടെ ഒരു ഭരണക്രമമുണ്ട്. അമേരിക്കയിൽ ആര് ഭരിച്ചാലും അവരെ ഭരിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ട് എന്നാണ് അന്താരാഷ്ട്ര രംഗത്ത് അത്യാവശ്യം അറിയാവുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം. കാരണം അമേരിക്കയുടെ തന്നെ ഇന്റലിജൻസ് ഏജൻസിയായ CIA ഉൾപ്പെടെ അവരുടെ പല വിഭാഗങ്ങളും ഈ പറയുന്ന ഗവൺമെന്റിന്റെ പൂർണ്ണമായ കൺട്രോളിലല്ല. കാരണം അവർക്ക് അവരുടേതായ അജണ്ടയുണ്ട്. അവരെ പൊളിറ്റീഷ്യൻസ് ഒരു മാറി വരും, പക്ഷെ ഗവൺമെന്റ് ഒരു തുടർച്ചയാണ് എന്ന് പറയുന്നത് പോലെ അവരുടെ സംവിധാനങ്ങൾ ആ ഒരു തുടർച്ചയാണ്. ആ ഡീപ് സ്റ്റേറ്റ് അവർക്കുള്ള ഒരു കാലങ്ങളായിട്ട് നമുക്കൊരു അരമുക്കാൽ നൂറ്റാണ്ട് പുറമോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഡോളറിനെ ആരൊക്കെ തൊട്ടിട്ടുണ്ടോ ആ തൊട്ടവരെ ആരെയും വെറുതെ വിട്ട ചരിത്രം അമേരിക്കക്കില്ല. ഓക്കെ, നമ്മൾ പറയുമ്പോൾ നമുക്ക് സദ്ദാം ഹുസൈനെയോ അല്ലെങ്കിൽ ലിബിയയിലെ കേണൽ ഗദ്ദാഫിയോ അതേപോലെ തന്നെ വിവിധ ജനാധിപത്യ രാജ്യങ്ങളിലുള്ള ഫിലിപ്പൈൻസിലെ ആൾക്കാരാണെങ്കിൽ അവരൊക്കെ ആരൊക്കെയാണോ ഡോളറിനെ ഒഴിവാക്കി കച്ചവടം നടത്താനായിട്ട് സ്വന്തം കറൻസിയിൽ കച്ചവടം നടത്താനായിട്ട് ഈ ലോകത്ത് ട്രൈ ചെയ്തിട്ടുള്ളൂ, അവരെയൊക്കെ ഉന്മൂലനം ചെയ്ത ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത്.
ഓക്കെ, ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഇതെല്ലാം ബിസിനസ് റീസൺസും കൂടെയാണ്. കാരണം തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ള ഒരു ബിസിനസ് റീസൺ തന്നെയാണ്. അതിന് എന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റണമോ ആ തന്ത്രങ്ങളെല്ലാം പയറ്റും അവര്. അതിന്റെ ഭാഗമാണ് ഈ മേഖലയിൽ തീവ്രവാദമാണ് ഏറ്റവും നല്ലത്. നമുക്കറിയാം 1960-കളില് അവര് വിയറ്റ്നാം, മ്യാൻമർ ബർമ്മ തുടങ്ങിയ രാജ്യങ്ങളിൽ ശ്രമം നടത്തി. വിയറ്റ്നാമിൽ ദയനീയമായി പരാജയപ്പെട്ടു. റാംബോ സിനിമകളൊക്കെ വെച്ചിട്ട് അവരത് മേക്കപ്പ് ചെയ്തു, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെട്ടു. പക്ഷെ ആ പരാജയം ഉണ്ടാകാതിരിക്കാൻ അതിற்கு മേലെയുള്ള തന്ത്രങ്ങൾ പയറ്റി. ഓൾമോസ്റ്റ് ലൈക്ക് യൂറോപ്യൻ രാജ്യം പോലെ നടന്നിരുന്ന ഇറാന് 1970-ല് 79 ഇറാഖ് അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ, നമുക്കറിയാം കാബൂൾ യൂണിവേഴ്സിറ്റി ഒക്കെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായിരുന്നു. ജനങ്ങളൊക്കെ വളരെ മോസ്റ്റ് മോഡേൺ ആയിരുന്നു. ഇറാനിലെ അതേപോലെ തന്നെ ബീച്ചുകൾ തൊട്ട് ഇറാനിയൻ സിനിമകൾ തൊട്ട് ഇറാനിലെ ജനങ്ങളൊക്കെ മോസ്റ്റ് മോഡേൺ ആൾക്കാർ. നമ്മൾ പണ്ട് കാലത്ത് ഉള്ളവർക്കറിയാം, കേരളത്തിൽ നിന്നുള്ളവർക്കറിയാം, പേർഷ്യക്ക് പോവാ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പേർഷ്യക്ക് പോവാ. പേർഷ്യ എന്ന് പറയുന്നത് ഇറാനായിരുന്നു. അന്ന് ഈ പറയുന്ന സൗദി തൊട്ട് ദുബായ് വരെയുള്ള രാജ്യങ്ങളൊന്നും ആയിട്ടില്ല. അന്ന് പേർഷ്യയായിരുന്നു ഏറ്റവും ഉന്നതിയിൽ നിന്നിരുന്ന രാജ്യം. ആ രാജ്യത്തെ ഷാ ഭരണത്തെ അട്ടിമറിച്ച് അവിടെ ഇസ്ലാമിക ഭരണത്തിനെ ഇൻസ്റ്റാൾ ചെയ്തത് നമ്മൾ വിശ്വസിക്കാൻ അമ്പരപ്പുണ്ടാവും. ഇതേ ശക്തികളാണ്, വൻശക്തികളാണ് അത് ചെയ്തിട്ടുള്ളത്. എന്തിനാണെന്ന് വെച്ചാൽ അന്ന് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉയർത്തു വന്നിട്ടുള്ള ഒരു ഗ്ലോബൽ പവർ സ്ട്രഗിൾ ഉണ്ട് ബിറ്റ്വീൻ USSR ആൻഡ് അമേരിക്ക. അപ്പൊ ആ സ്ട്രഗിളിൽ അവരുടെ മുൻകൈ നേടാനായിട്ടാണ് ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ റഷ്യക്ക് ബദലായിട്ടാണ് ഈ ഇസ്ലാമിക ശക്തികളെ, താലിബാനെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തത്. അത് പിന്നീട് അവർക്ക് തന്നെ തിരിച്ചു കടിച്ചു. ഇതേമാതിരി ഒരു ശ്രമമാണ് ഇപ്പോ ബംഗ്ലാദേശിൽ നടക്കുന്നത്. നമുക്കറിയാം ഈ മേഖലയിൽ ഇന്ത്യയുടെ ചുറ്റും ഇപ്പൊ അവരൊരു വല വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നേപ്പാളിലെ ഗവൺമെന്റ്, ആദ്യം മാൽദീവ്സിന് ഇന്ത്യ ഇല്ലെങ്കിൽ മാൽദീവ്സ് ഇല്ല, അതാണ് അവരുടെ അവസ്ഥ. എന്നിട്ടും ഇന്ത്യക്കെതിരെ മുദ്രാവാക്യങ്ങൾ, തെരുവിലിറങ്ങി മുദ്രാവാക്യങ്ങൾ വിളിച്ച ഇന്ത്യക്കെതിരെ ശക്തിയായി വന്ന മാൽദീവ്സിലെ മോയ്സുവിന്റെ ഗവൺമെന്റിനെ അവിടെ കൊണ്ടുവന്നു. ശ്രീലങ്കയില് ഗവൺമെന്റിനെ അട്ടിമറിച്ചു, ആ രാജ്യത്തെ തകർത്തു. നേപ്പാളില് നമ്മൾ ആരും അധികം ശ്രദ്ധിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാത്തതാണ് പ്രചണ്ഡ, KP ഓലിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ, ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ആളെ വീണ്ടും അവിടെ കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഭൂട്ടാനിൽ ശ്രമിച്ചു, ഇന്ത്യ ശക്തമായി നിന്നതുകൊണ്ട് അത് നടന്നില്ല. ഇപ്പോ ബംഗ്ലാദേശ് മാത്രമായിരുന്നു നമുക്ക് ഏറ്റവും സൗഹൃദപരമായിട്ടുള്ള ഒരു രാജ്യം. ആ ബംഗ്ലാദേശിലെ ഗവൺമെന്റിനെ അട്ടിമറിച്ചു. അതിനൊരു കാരണം കുറെയൊക്കെ ഷെയ്ഖ് ഹസീന 3ാം തവണ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ കുറച്ചൊക്കെ മണ്ടത്തരങ്ങൾ വേണമെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റബേൺനെസ്, എനിക്കെല്ലാം ആയി എന്നുള്ളൊരു തോന്നല് ഉള്ളത് കൊണ്ടുകൂടെയാണ്. കാരണം ഒന്നുകിൽ ഇന്ത്യയുടെ വാക്കുകൾ അവർ കേൾക്കണമായിരുന്നു, അല്ലെങ്കിൽ വൻശക്തികൾക്ക് അവർ വഴിപ്പെടണമായിരുന്നു. ഇത് രണ്ടും പെടാതെ അവർ ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിച്ചത് കൊണ്ടുകൂടെയാണ് സംഭവിച്ചത്. കാരണം ഇന്ത്യ വളരെ ആത്മാർത്ഥമായിട്ട് ഇവരെ കൃത്യസമയങ്ങളിൽ അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത കാലത്ത് നടന്ന ചൈനീസ് സന്ദർശനം പരാജയപ്പെട്ടപ്പോൾ അമേരിക്കയുടെ ശ്രമങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ പാക് ചാര സംഘടനകൾ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് അതേപോലെ തന്നെ സൈനിക നേതൃത്വത്തിൽ ഉണ്ടായ മാറ്റം, അവരുടെ തന്നെ ബന്ധുവായ ഒരാളെ ഇരുത്തിയപ്പോൾ അയാൾ ചൈനീസിന്റെ ആളാണ്, വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഇൻവിൻസിബിൾ ആണെന്നുള്ളൊരു തോന്നല് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ഘടകങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഇത് തിരിഞ്ഞു വന്നു. അപ്പോൾ ഇന്ത്യക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ഭീഷണി തന്നെയാണ് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരേ സമയത്ത് പാകിസ്ഥാന്, ചൈന, ഇനി ബംഗ്ലാദേശിന്റെ വലിയൊരു ബോർഡർ, ഇത്രയും സ്ഥലങ്ങളിൽ നമ്മൾ ഒരുമിച്ച് തീവ്രവാദികളെയും ശത്രുക്കളെയും എല്ലാം ഒരുമിച്ച് നേരിടേണ്ടി വരേണ്ട ഒരു സിറ്റുവേഷനാണ്. ഇവിടെ ഇപ്പൊ താങ്കൾ ചോദിച്ച നരേന്ദ്രമോദി എന്ന് പറയുന്നത്, മോദി നമ്മുടെ ഒരു കവചമാണ് ഇപ്പോ. കാരണം അവർക്ക് വേണ്ടത് ഇപ്പൊ മോദിയെ അവർ എയിം ചെയ്യുന്നതിന് കാരണം, മോദി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കവചം മാത്രമാണ്. എല്ലാവർക്കും അറിയാം, ആരും ചിരഞ്ജീവികളൊന്നും അല്ല. മോദിയുടെ 50 വർഷം മുമ്പോട്ട് അവർ പ്ലാൻ ചെയ്യുന്നവരാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മോദിക്ക് ശേഷം എന്ത് ചെയ്യണം, മോദിയെ അട്ടിമറിക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി തന്നെ നമ്മുടെ ഇലക്ഷന് മുമ്പ് കേട്ടിരുന്ന, അതിപ്പോ നമ്മൾ അബ്കി ബാർ 400 ബാർ എന്ന് പറഞ്ഞ് നടന്നപ്പോൾ തന്നെ മറു സൈഡിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ വേണം,
ഇപ്പോ ഡൊണാൾഡ് ലീ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു വിദേശകാര്യ വിദഗ്ധനുണ്ട്. അയാള് അട്ടിമറി വിദഗ്ധൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോ ട്രംപിന് നേരെ വധശ്രമത്തിന് നടന്നു കഴിഞ്ഞപ്പോൾ ജോലി പോയ CIA ചീഫ് ഉണ്ട്, ഒരു ലേഡി. അവര് ഗവൺമെന്റുകളെ അട്ടിമറിക്കുന്നതിൽ വിദഗ്ധയാണ്. ഇവരൊക്കെയാണ് അവിടുത്തെ ഡീപ് സ്റ്റേറ്റിന്റെ ആൾക്കാർ. അപ്പോ ഇവര് ഒക്കെ ശ്രമിച്ചിരുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ മോദി ഒരു കണക്കിന് മൃഗീയ ഭൂരിപക്ഷം കിട്ടാതെ കഷ്ടിച്ചുള്ള ഭൂരിപക്ഷത്തില് മുന്നണി ഭരണത്തിൽ വന്നത് കൊണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപിക്കാൻ പറ്റാതെ പോയി. കാരണം നമുക്കറിയാം, ഇലക്ഷന് മുമ്പ് രാഹുൽ ഗാന്ധി പ്രത്യേകമായി പറഞ്ഞിരുന്നു, ഈ ഇലക്ഷന് ശേഷം ഇന്ത്യയിലെ തെരുവുകൾ നിന്ന് കത്തും എന്ന് പറഞ്ഞിരുന്നു. അത് എന്തായിരുന്നു? അവർ കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ പ്ലാനിങ് പാളിപ്പോയത് ഈ ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷം കൂടാതെ മോദി ഭരണത്തിൽ തിരിച്ചെത്തിയത് കൊണ്ടാണ്. ഇതേ കാര്യമാണ് ബംഗ്ലാദേശിൽ അവർ പറയുന്നത്. ഇനി ഇതിന്റെ വേറൊരു വേർഷൻ അമേരിക്കയിൽ നടക്കുന്നുണ്ട്. ഡെമോക്രാറ്റ്സിന്റെ ഇലക്ഷനിൽ ഇവിടെ പറയുന്ന അതേ സാധനം, ഭരണഘടനയെ അട്ടിമറിക്കും എന്നൊക്കെ അവരും പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു നെക്സസ് ആണ്. അപ്പൊ ഈ നെക്സസിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യയെ ഇപ്പോ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് നമ്മുടെ ഭരണകൂടത്തിന്റെ കൃത്യമായ ഒരു കൺട്രോൾഡ് അഗ്രഷൻ എന്ന് പറയാം. അതായത് വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് നടപടി എടുക്കേണ്ടിടത്ത് മാത്രം നടപടിയെടുത്ത് മറ്റുള്ളവർക്ക് നമ്മളെ അക്യൂസ് ചെയ്യാനുള്ള ഒരവസരം കൊടുക്കാതെ അവര് കൺട്രോൾഡ് ആയിട്ട് ശക്തമായിട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നുണ്ട്. ഇത് എവിടെ ഒരു ചെറിയ പാളിച്ച പോലും ഉണ്ടായാൽ ഇത് വലിയ രീതിയിൽ തിരിച്ചടിക്കും എന്നറിയുന്നത് കൊണ്ടാണ് ഗവൺമെന്റ് ഇപ്പൊ ഒരുപാട് പേര് ആരോപിക്കുന്നുണ്ട്, മോദി ഈസ് നോട്ട് ഡൂയിങ് ഇനഫ് ഇൻ ബംഗ്ലാദേശ്. അതായത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ ഇത്ര വലിയ രീതിയിൽ വേട്ടയാടിയിട്ട് ഇന്ത്യ സൈന്യത്തെ അയക്കണം, ഇന്ത്യ അവരെ രക്ഷിക്കണം. നമ്മളത് ചെയ്തിരുന്നെങ്കിൽ സദ്ദാം ഹുസൈൻ കുവൈറ്റിൽ കയറിയതിന്റെ സമാനമായിട്ട് മോദിക്ക് നേരെ ആരോപണം വരുമായിരുന്നു. ഇതറിയാവുന്നത് കൊണ്ടാണ് മോദി അത് ചെയ്യാത്തത്. അതേസമയം സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാർണിംഗ് അവിടെ കൊടുക്കുന്നുണ്ട്, കലാപം ഒതുക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒട്ടുമേ കേൾക്കാത്ത, ഇന്ത്യ പറഞ്ഞാൽ ഒട്ടുമേ കേൾക്കാത്ത, ഇന്ത്യ കേൾക്കാത്തത് കൊണ്ട് ഇന്ത്യയിൽ നിന്നൊരു ആക്രമണം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇപ്പൊ അവിടെ ഉണ്ട്. അവരുടെ കയ്യിലാണ് ആ രാജ്യം ഇപ്പൊ നിൽക്കുന്നത്. ഇന്ത്യ എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല എന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അവരും. കാരണം അവരുടെ ആവശ്യം അതാണ്. മനസ്സിലായി? ഈ ട്രാപ്പിലേക്ക് ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ്, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ഉത്തരവാദിത്തം. അത് അദ്ദേഹം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് തുടർന്നു പോവുകയും നമ്മൾ ഓരോ ജനങ്ങളും, ഈ നാട്ടിലെ ഓരോ മനുഷ്യരും, കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. ഈ രാജ്യം ഒന്നായിട്ട് നിലനിന്നാൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ഭരണകൂടത്തും ഇപ്പൊ ചെയ്യുന്ന പ്രവർത്തികളെ കൃത്യമായിട്ട്, കാരണം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് തന്നെ മോദിയുടെ നേരെയും ഭരിക്കുന്നവരുടെ നേരെയും ഒക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ബട്ട് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. എന്തായാലും ഇപ്പോ ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നടന്ന ഈ അട്ടിമറി പോലും ഇന്ത്യക്കെതിരായുള്ള നീക്കമായിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ അത് ചർച്ച ചെയ്യുന്നു. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സാഹചര്യമല്ല ഇന്ത്യയുടെ സാഹചര്യം. ഇന്ത്യക്ക് ശക്തമായ ഒരു ജനാധിപത്യ പാരമ്പര്യമുണ്ട്. ഇന്ത്യയുടെ ഒരു വലിയ ദേശീയത അതിപ്പോൾ ഏതാണ്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഇന്ത്യയിൽ സ്ഥിരതയുള്ള ഒരു സർക്കാർ. പക്ഷേ എങ്കിലും ഇതിനെല്ലാം അപ്പുറം നമ്മൾ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ്? ബംഗ്ലാദേശില് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പം ന്യൂനപക്ഷത്തിനെ ആക്രമിക്കാനായിട്ട് അവര് തീരുമാനിക്കുന്നു, അല്ലെ അവാമി ലീഗിനെ ഇതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് പരിപൂർണമായി ഈ പറയുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് പോയി എന്ന് അർത്ഥമില്ല. ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ ജനത ഇപ്പോഴും ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൽ നിൽക്കുന്നവരാണ്. ഇതൊരു ന്യൂനപക്ഷമാണ്. പക്ഷെ പോലീസോ പട്ടാളമോ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നില്ല, അല്ലെ കലാപത്തെ അടിച്ചമർത്താനായിട്ട് ട്രൈ ചെയ്യുന്നില്ല. മറുവിഭാഗം, അതായത് ഒരു അസംഘടിതരായ ഒരു ഭൂരിപക്ഷം സംഘടിതരായ ഒരു ന്യൂനപക്ഷത്തെ കൊണ്ട് ആക്രമിക്കപ്പെടുകയാണ് ഇപ്പൊ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഭൂരിപക്ഷം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നെങ്കിലും ഒരു ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരാൻ ബംഗ്ലാദേശിന് ഒരു ചാൻസ് കിട്ടിയാൽ ബംഗ്ലാദേശ് തിരിച്ചു വരും. ആ തിരിച്ചുവരവില് ഇന്ത്യക്കൊരു വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കൺട്രോൾഡ് അഗ്രഷന്റെ ഭാഗമായിട്ട് തന്നെ ബംഗ്ലാദേശിനെ അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബംഗ്ലാദേശിനെ രണ്ടായിട്ട് വിഭജിച്ച് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക്
വേറൊരു ഭൂവിഭാഗം, ഇപ്പൊ ഭൂട്ടാൻ പോലെ ചെറിയ രാജ്യങ്ങളൊക്കെ നിലനിൽക്കുന്നില്ലേ, അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിലേക്കുള്ള ചിന്ത നമ്മളും തുടങ്ങും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത്, നമ്മൾ നമ്മുടെ രാജ്യം ഉയർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് ആശ്രയിക്കുന്നത്, വാർത്തകൾക്ക് ആശ്രയിക്കുന്നത് മീഡിയയും സോഷ്യൽ മീഡിയയുമാണ്. ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ പലതര പ്രചരണങ്ങൾ ഇന്ത്യക്കെതിരെ നടക്കും. നമ്മൾ നോക്കിയാൽ അറിയാം, ഈ ഇലക്ഷന് കുറച്ച് മുമ്പ് തൊട്ട് തന്നെ ദേശീയവാദികളായിട്ടുള്ള ആൾക്കാർക്കും ഇൻക്ലൂഡിങ് നരേന്ദ്രമോദിക്ക് വരെ ഒരു ഷാഡോ ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് അമേരിക്ക നിയന്ത്രിക്കുന്ന യൂട്യൂബ് മുതൽ ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയുള്ള എല്ലാ ഇതിലും നമ്മൾ നോക്കിയാൽ കാണാം, മുമ്പ് വന്നുകൊണ്ടിരുന്നത് പോലെ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളോ വാർത്തകളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ മാധ്യമങ്ങളിലാവട്ടെ നമ്മുടെ സോഷ്യൽ മീഡിയയിലാവട്ടെ നമ്മൾ കാണുന്നില്ല. മറിച്ച് മറുഭാഗത്തു നിന്നുള്ള ആരെയോ അവര് കൃത്യമായി പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ഫീല് നമ്മൾക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഈ മനസ്സിലാക്കലാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതേ തന്നെ നമ്മുടെ വളർച്ചയും നമ്മുടെ യുവജനങ്ങളുടെയും ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ ഭാരതം ഒരൊറ്റ രാഷ്ട്രമായിട്ട് തന്നെ ശക്തമായി മുമ്പോട്ട് പോകണമെങ്കിൽ ഈ എലമെന്റ്സ് നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്ക് ആവശ്യമുള്ളത്. രണ്ടാമതായി ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ജാതി സെൻസസ്, ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളതെന്ന് അറിയില്ല. അതായത് നമ്മളെ വിഘടിപ്പിക്കാനായിട്ട് പ്രതിപക്ഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രതിപക്ഷം അത് ചെയ്യും, കാരണം ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വാഭാവികമായ ആഗ്രഹമാണ്. അപ്പൊ അവർക്ക് പിന്തുണ, വൈദേശികമായ പിന്തുണയും കൂടെ കിട്ടുന്നുള്ള ഉണ്ടോ, അതിനുവേണ്ട പണം കിട്ടുന്നുണ്ട്. ഈ പണം അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രൊപ്പഗാൻഡ മെക്കാനിസം ഇവിടെ ഓടുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് രണ്ടാമത്തേതായിട്ട് വേണ്ടത്. അപ്പൊ ഇതിനെ മനസ്സിലാക്കുകയും നമ്മുടെ രാജ്യം ശക്തമായിട്ട് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഭരണകൂടം, നമ്മുടെ സൈന്യം, ഇപ്പൊ സൈന്യത്തെ വിഘടിപ്പിക്കാനും അധിക്ഷേപിക്കാനുമായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. പണ്ടൊന്നും നമ്മൾ സൈന്യത്തെ പറ്റി ഒരു അക്ഷരം ആരും മിണ്ടില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അതിനെ പറ്റിയിട്ട് വലിയ രീതിയിൽ അധിക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പൊ ജാതി വരെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ റിഫ്രെയിൻ ചെയ്ത് നിൽക്കുക, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുക, ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. കാരണം നമ്മളെ ഒരു 25 കഷ്ണങ്ങളായിട്ട് വിഘടിപ്പിച്ച്, നമ്മുടെ രാജ്യത്തെ ഒരു 25 കഷ്ണങ്ങളായിട്ട് വിഘടിപ്പിച്ച് അവരുടെ കൺട്രോളിൽ കൊണ്ടുവരിക, അതിനു വേണ്ട എല്ലാ മാർഗങ്ങളും, മതം മാറ്റമായിക്കോട്ടെ, മയക്കുമരുന്നായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലേക്കും കൊണ്ടുവന്ന് ചാടിക്കാനായിട്ട് വിദേശ ശക്തികൾ ട്രൈ ചെയ്യും, നമ്മുടെ ശത്രുക്കൾ ട്രൈ ചെയ്യും. അത് അവരുടെ കർമ്മം അല്ലെങ്കിൽ അവരുടെ കടമ, അവരുടെ താല്പര്യം. ആ താല്പര്യത്തിന് വഴങ്ങിക്കൊടുക്കാതെ നമ്മൾ നമ്മുടെ താല്പര്യത്തിൽ, അത് തന്നെയാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ഡോളറുമായിട്ട് യാതൊരു നിയന്ത്രിതമായിട്ടുള്ള, ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ പെഗ് ചെയ്ത് വെച്ചിട്ടോ അതിനെ ഒരു കരാറും ഇല്ല. ഇന്ത്യക്ക് ഇപ്പൊ സൗദി അറേബ്യയുമായിട്ട് നമ്മൾ ഇന്ത്യ ഓയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി, റഷ്യയുമായിട്ട് ഓയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മുടെ ഇന്ത്യൻ രൂപയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ അതേസമയം തന്നെ നമ്മൾ US ഡോളറിനെ ഡംപ് ചെയ്തിട്ടുമില്ല. അപ്പൊ നമ്മൾ ശക്തരായി നിലനിന്നുകൊണ്ട് തന്നെ നമ്മളുടെ എക്കണോമിക്കും നമ്മുടെ സ്ട്രെങ്തിനും നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ കടക്കുന്ന കാര്യങ്ങളെ പറ്റി കൃത്യമായി അവെയർ ആയിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും അഭിലഷണീയമായ കാര്യം. എന്തായാലും രാജ്യം മുന്നോട്ട് കുതിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില ശക്തികളുടെ സാന്നിധ്യം അത് ഉറപ്പാണ്. അത് ഭാരതം മുൻകൂട്ടി കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭാരതത്തിൻ്റെ പ്രതിസന്ധി എന്ന് പറയാനാകില്ല എങ്കിലും ഇത്തരം വെല്ലുവിളികളെയൊക്കെ രാജ്യം അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് തന്നെ പ്രത്യാശിക്കും. തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാൽ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ ഈ നടക്കുന്ന ആക്രമണങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ ഒരു ആക്രമണങ്ങള് നമ്മളെ കൂടുതൽ ജാഗരൂകരാക്കാൻ സഹായിക്കുമെന്നാണ് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയോടുകൂടി തന്നെ അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക, പരമാവധി ആൾക്കാരെ ജാതി, മത, മറ്റ് വർഗവർണ്ണ പരിഗണനകൾക്കെല്ലാം അപ്പുറം നമ്മളൊരു രാഷ്ട്രമായിട്ട് നിലനിൽക്കേണ്ട ഇതിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് ഓരോ പൗരനും ബോധ്യമാകണം. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യം. അത് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ, ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചത്. നമസ്കാരം. നന്ദി, നമസ്കാരം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near
UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.